ഞാനൊക്കെ ചെറിയ കുട്ടിയാവണ സമയത്തെ സ്കൂളിൻ്റെ അടുത്ത് ഇതേപോലത്തെ മിഠായി 50 പൈസക്കും 100 ഉറുപ്പ്യക്കൊക്കെ ഉണ്ടാവും. അന്ന് ഇതൊന്നും വാങ്ങിക്കഴിക്കാൻ എപ്പോഴും കയ്യിലൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിയാൽ തന്നെങ്കിലായി. പക്ഷേ ഇതുണ്ടാക്കണത് 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണെന്ന് അറിയുമ്പോൾ എനിക്കൊന്നും അത്ഭുതം തന്നെയാണ് കേട്ടോ. കൂടുതൽ നീട്ടിപ്പരത്തണില്ല. ഇതാണ് പച്ചക്കടല, അതായത് നിലക്കടല വറക്കാത്തത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ സ്കൂൾ പോകുമ്പോൾ എന്നും മിഠായി വാങ്ങാനൊക്കെ കയ്യിലുണ്ടോ? ഞാനൊക്കെ ചെറിയ കുട്ടിയാവണ സമയത്ത് മിഠായിക്കൊന്നും പൈസ തരൂല കേട്ടോ. യൂത്ത് ഫെസ്റ്റിവലോ സ്പോർട്സോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ തരലുള്ളൂ. മറ്റുള്ള കുട്ടികൾ വാങ്ങി തിന്നുമ്പോൾ നമ്മൾക്ക് വലിയൊരു ആഗ്രഹമൊന്നും തോന്നൂല. കാരണം അതൊന്നും നല്ലതല്ല എന്നുള്ള ആ ഒരു ധാരണ മനസ്സിലിങ്ങനെ ഉള്ളതുകൊണ്ടും ഉള്ളിൽ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഓല് തിന്നാന്നുള്ളൊക്കെ ഒരു മൈൻഡിലാവും നമ്മളുണ്ടാവുക. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയൊരു കാലം. അങ്ങനെ 1.5 ആണി ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വറുത്തിട്ടുള്ള കടല ഉണ്ടല്ലോ, അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് കൈകൊണ്ട് നല്ലോണം ഞരടി കൊടുത്തപ്പം അതിൻ്റെ തോലൊക്കെ പോയിട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ അലിഞ്ഞിട്ടുള്ള ശർക്കര കുറച്ചൊന്ന് വറ്റണം, ഒരു ഒറ്റനൂൽ പരുവാവണം കേട്ടോ. ഞാനിത് ഫ്രൈ പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അങ്ങനെ ഒറ്റനൂൽ പരുവാകണ വരെ അതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിപ്പോയിക്കോട്ടെ. അങ്ങനെ കുറുകി വരുന്ന ഈ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് നേരത്തെ ആ ഒരു തൊലി കളഞ്ഞിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കുറുകി വന്നിട്ടുള്ള, അതായത് ശർക്കര ഒറ്റനൂൽ പരുവാകുമ്പം ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടല പൊടിച്ചതേ ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശർക്കരയും ഇതും കൂടി നന്നായിട്ട് മിക്സായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ അതിന് പറ്റിയ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിൽ, ഞാനിവിടെ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാതിരുന്നാൽ പേപ്പറിൽ നമ്മൾ നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുത്താലും മതി. അങ്ങനെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഫാനിൻ്റെ ചോട്ടിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് നമ്മൾ മിഠായി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കട്ട് ചെയ്യുക. പക്ഷേ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒഴിച്ച പാട് കട്ട് ചെയ്യുമ്പോൾ മോൾഡ് നല്ല ചൂടിലല്ലേ, ആ സമയത്ത് ശരിക്കും അങ്ങോട്ട് കട്ടായി കിട്ടൂല. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇത് അപ്പം തന്നെ ആ കട്ട് ചെയ്ത വരൊന്നും അതിൽ കാണുന്നില്ല. വെള്ളത്തിൽ നമ്മൾ എഴുതുന്ന പോലെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരച്ചു കൊടുത്താൽ ആ വര അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്കത് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ അതിപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണങ്ങിയിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ബട്ടർ പേപ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ കമഴ്ത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും. അങ്ങനെ ആ ഒരു വരയിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ സാധനം പൊട്ടി കിട്ടുകയും ചെയ്തോളും. നല്ല അടിപൊളി കടല ബർഫി ആയിട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഇനി, കാരണം നമ്മൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കാരണം ശർക്കരയും കടലയും മാത്രമേ ഉള്ളല്ലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. കുട്ടികൾക്ക് കൊടുക്കുമ്പം അത്ര വിശ്വാസത്തോടു കൂടി കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ കടലയും നമ്മൾ ശർക്കരയും കൂടി ഉണ്ടാക്കി വീട്ടിൽ തന്നെ കുപ്പിയിലിട്ട് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് വിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കല്ലേ. എന്നാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കട്ടോ.